കർക്കിടക മാസത്തിൽ ആദിയും വ്യാധിയും അകറ്റാൻ വീടുകളിൽ ആടിവേടനെത്തി. കർക്കിടകം പിറന്നാൽ പല ഭാഗങ്ങളിലും ആടിവേടൻ ഇറങ്ങുമെങ്കിലും പയ്യന്നൂരിലും പരിസരങ്ങളിലും കർക്കിടകം 16-ാം നാൾ മുതലാണ് ആടിവേടന്റെ വരവ്. മലയ സമുദായത്തിൽപ്പെട്ടവരാണ് കുട്ടികളെ ആടിവേടൻ കെട്ടിയാടിക്കുന്നത്. ഉടയാടകൾ അണിഞ്ഞ് കയ്യിൽ ചെറുമണിയുമായാണ് ആടിവേടൻ വീടുകളിലെത്തുന്നത്. മണിക്കിലുക്കവും ചെണ്ടയുടെ ഒച്ചയും ദൂരെ നിന്ന് കേട്ടു തുടങ്ങിയാൽ പിന്നെ പൂമുഖത്ത് നിലവിളക്ക് കൊളുത്തി വിശ്വാസികൾ ആടിവേടനെ കാത്തിരിക്കും. ആടിവേടനെന്ന് ഒന്നിച്ചു പറയാറുണ്ടെങ്കിലും ആടിയും വേടനും വ്യത്യസ്തരാണ്. ആടി എന്ന് പറയുന്നത് പാർവതി ദേവിയും വേടൻ എന്ന് പറയുന്നത് പരമശിവനുമാണ്. വനവാസകാലത്ത് തപസ്സനുഷ്ഠിച്ച അർജുനന്റെ തപസ്സിനെ പരീക്ഷിക്കാൻ ശിവൻ വേടനായും പാർവതി ദേവി വേടത്തിയായും കാട്ടിലെത്തി. ഇതേ സമയത്താണ് മൂകൻ എന്ന അസുരൻ കാട്ടുപന്നിയുടെ രൂപത്തിൽ അർജുനനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നത്. പരമശിവനും അർജുനനും ഒരേ സമയം അമ്പെയ്തു. ബാണമേറ്റ് കാട്ടുപന്നി വീഴുകയും മൂകൻ മരിച്ച് അസുരരൂപത്തിലാവുകയും ചെയ്യുന്നു. ഇതേ തുടർന്ന് ശിവനും അർജുനനും അവകാശ തർക്കമാവുകയും പോരടിക്കുകയും ചെയ്തു. പക്ഷേ എത്ര ശ്രമിച്ചിട്ടും വീരനായ അർജുനന് വേടനെ തോൽപ്പിക്കാൻ സാധിച്ചില്ല. ഒടുവിൽ അർജുനൻ അവിടെയുണ്ടായിരുന്ന ശിവലിംഗത്തിൽ പുഷ്പാർച്ചന നടത്തി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ശിവലിംഗത്തിൽ അർപ്പിക്കുന്ന പൂക്കൾ വേടന്റെ കാൽക്കൽ വീഴുകയും അർജുനന് തന്റെ മുൻപിൽ നിൽക്കുന്നത് സാക്ഷാൽ പരമശിവനാണെന്ന് മനസ്സിലാവുകയും അദ്ദേഹത്തോട് ക്ഷമയാചിക്കുകയും ചെയ്യുന്നു. അർജുനനിൽ സംപ്രീതനായ ഭഗവാൻ പാശുപതാസ്ത്രം നൽകി അർജുനനെ അനുഗ്രഹിക്കുന്നു. കർക്കിടകം 16-ാം നാളിലാണ് ഈ വേടൻ പാട്ട് തുടങ്ങുന്നത്. ചില പ്രദേശങ്ങളിൽ കർക്കിടകം 1-ാം തീയതി മുതൽ തുടങ്ങും. നമ്മളിപ്പുറം, അതായത് നാരങ്ങാത്തോടിനിപ്പുറം കർക്കിടകം 16-ാം നാൾ മുതൽ 28-ാം നാൾ വരെയാണ് ഈ വേടൻപാട്ട് ചെയ്തു വരുന്നത്. പണ്ട് പൂർവികർ ആചാരം അനുഷ്ഠാനത്തോടു കൂടിയിട്ട് ചെയ്തു വരുന്ന ഒരു കർമ്മമാണ് വേടൻപാട്ട്. അതായത് കർക്കിടക മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പഞ്ഞമാസമാണ്. രോഗാലസ്യം വരുന്ന ഒരു മാസമാണ് കർക്കിടക മാസം. അപ്പോൾ കർക്കിടക മാസത്തിൽ ഈ മാരിയും ചൂരിയും അകറ്റാൻ വേണ്ടി ഈ വേടൻ ഒരു വീട്ടിലേക്ക് കയറി ഇറങ്ങിയാൽ അതിൻ്റെ സർവ്വദോഷങ്ങളും തീരുന്നില്ല എന്ന് പറയപ്പെടുന്നതല്ല, ഇന്നത്തെ കാലത്ത് നടന്നു വരുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.